ഹായ് ഓൾ, സൈലം ടെക്നിക്കലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും PWD എക്സാമിന് പഠിച്ചൊക്കെ കഴിഞ്ഞോ? എന്തൊക്കെയുണ്ട് നിങ്ങളുടെ വിശേഷങ്ങൾ? എല്ലാവരും പ്രിപ്പറേഷൻ നന്നായി കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു സെഷനിൽ സ്റ്റീൽ എന്ന് പറയുന്ന സബ്ജക്റ്റിലെ ടെൻഷൻ മെമ്പേഴ്സ് എന്ന് പറയുന്ന ടോപ്പിക്കിലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. കുറച്ച് പ്രോബ്ലംസും കുറച്ച് തിയറിയും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള സെഷനാണ്. A tension member of a roof truss carries a factored load of 430 kN. By considering the strength in yield, what is the gross area required to carry this load? കൺസിഡർ FE 250 ഗ്രേഡ് സ്റ്റീൽ. അപ്പോൾ എന്താ നമ്മളോട് ചോദിച്ചിട്ടുള്ളത്? ഒരു ടെൻഷൻ മെമ്പർ ഉണ്ട്. ആ ടെൻഷൻ മെമ്പറിൽ എടുക്കുന്ന ലോഡ് 430 kN ആണ്. വരുന്ന ലോഡ് അല്ലെങ്കിൽ അതിന് എടുക്കാൻ പറ്റുന്ന ലോഡ് 430 kN ആണ്. നമ്മൾ എന്ത് ചെയ്യണം? ഈൽഡ് സ്ട്രെങ്ത് കൺസിഡർ ചെയ്തിട്ട് ഗ്രോസ് ഏരിയ കണ്ടുപിടിക്കണം. അപ്പോൾ ഇതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഫോമുല എന്താണ്? നമ്മുടെ ഫോമുല TDG, ഈൽഡ് സ്ട്രെങ്ത് വിൽ ബി ഈക്വൽ ടു AgFi by gamma m0 എന്നാണ് നമ്മുടെ ഫോമുല. ആൻഡ് ഇതിൽ നിന്ന് ഗ്രോസ് ഏരിയ വിൽ ബി ഈക്വൽ ടു TDG ഇൻറ്റു ഗാമ m0 ഡിവൈഡഡ് ബൈ Fi എന്ന് നമുക്ക് എടുക്കാം. ദാറ്റ് മീൻസ് ഈ തന്നിട്ടുള്ള സ്ട്രെങ്ത് TDG ആയിട്ട് എടുക്കുക. എന്നാൽ മാത്രമേ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. സോ TDG വിൽ ബി ഈക്വൽ ടു 430 kN. സോ 430 kN എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ എന്ത് ചെയ്യണം? ന്യൂട്ടണിലേക്ക് കൺവേർട്ട് ചെയ്യണം. സോ 430 ഇൻറ്റു 10⁻³ ഇൻറ്റു ഗാമ m0. എന്താണോ ഗാമ വാല്യൂ? ഈൽഡിങ് ആകുന്ന സമയത്ത് പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ 1.1 ആണ്. ഡിവൈഡഡ് ബൈ Fy വാല്യൂ എന്ന് പറയുന്നത് FE 250 ഗ്രേഡ് ആണെങ്കിൽ Fy വാല്യൂ വിൽ ബി 250. സോ ഡിവൈഡഡ് ബൈ 250 ചെയ്യുക. ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 1892 mm² എന്ന് കിട്ടും. അതായത് ഓപ്ഷൻ A വിൽ ബി ദ ആൻസർ, 1892. ദെൻ അടുത്ത ചോദ്യം. ദ മാക്സിമം അലോവബിൾ സ്ലെൻഡർനെസ് റേഷ്യോ ഫോർ ആക്സിയലി ലോഡഡ് മെമ്പർ ക്യാരിയിങ് ടെൻഷൻ ഓൺലി. ടെൻഷൻ മാത്രമുള്ള ഒരു മെമ്പറിൻ്റെ മാക്സിമം സ്ലെൻഡർനെസ് റേഷ്യോ എത്രയെന്നാണ് ചോദ്യം. അപ്പോൾ നിങ്ങൾക്കറിയാം ടെൻഷൻ മെമ്പേഴ്സിന് നമുക്ക് 3 വാല്യൂ ഓഫ് സ്ലെൻഡർനെസ് റേഷ്യോ ആണുള്ളത്. ഡെഡ് ലോഡ്, ലൈവ് ലോഡ്. നമ്മൾ വരുന്ന ലോഡ് അനുസരിച്ച് ചുരുക്കി പഠിച്ചു വെച്ചിട്ടുണ്ട്. ഡെഡ് ലോഡും ലൈവ് ലോഡും മാത്രമാണെങ്കിൽ നമുക്കറിയാം 180 ആണ്. ഡെഡ് ലോഡും ലൈവ് ലോഡും അല്ല, അതിന് പകരം എർത്ത് ക്വേക്ക് ലോഡും വിൻഡ് ലോഡും ഒക്കെ പ്രിഡോമിനൻ്റ് ആയിട്ട് വരികയാണെങ്കിൽ 350. ആൻഡ് ടെൻഷൻ മെമ്പർ എന്ന് മാത്രം പറഞ്ഞാൽ നമ്മൾ 400. ഇങ്ങനെയാണ് വാല്യൂ എടുക്കേണ്ടത്. അപ്പോൾ ഏതായിരിക്കും വാല്യൂ? 400 വിൽ ബി ദ ആൻസർ. ആൻസർ വിൽ ബി 400. ദെൻ the design strength of a tension member is given by minimum of block shear strength of end region, rupture of critical section, yielding of net section. Which of the above statements are correct? ഏതൊക്കെയാണ് കറക്റ്റ് എന്നാണ് ചോദ്യം. സോ നമ്മൾ ഡിസൈൻ സ്ട്രെങ്ത് ടെൻഷൻ മെമ്പേഴ്സിൻ്റെ കണ്ടുപിടിക്കുമ്പോൾ ബ്ലോക്ക് ഷിയർ സ്ട്രെങ്ത് എടുക്കാറുണ്ട്. അത് എൻഡ് റീജിയൻ്റെ ആണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. ദെൻ റപ്ചർ എടുക്കുന്നതോ ക്രിട്ടിക്കൽ സെക്ഷൻ്റെ ആണ് നമ്മൾ റപ്ചർ എടുക്കാറുള്ളത്. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റ് തന്നെയാണ്. പക്ഷേ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കൂ, എന്താ പറഞ്ഞിരിക്കുന്നത്? ഈൽഡിങ് ഓഫ് നെറ്റ് സെക്ഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നെറ്റ് സെക്ഷൻ ഈൽഡിംഗ് ആണോ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്? അല്ല, നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഗ്രോസ് സെക്ഷൻ്റെ ഈൽഡിംഗ് ആണ് എടുക്കേണ്ടത്. അതുകൊണ്ട് സ്റ്റേറ്റ്മെൻറ്റ് 1 and 2 മാത്രമാണ് കറക്റ്റ് ആയിട്ടുള്ളത്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. If A1 is the effective cross-sectional area of the connected leg and A2 is the gross cross-sectional area of unconnected leg, the net effective area of a single angle is given by A1 plus KA2, where K is equal to, നമ്മൾ എങ്ങനെയാ K വാല്യൂ കണ്ടുപിടിക്കുക? K വാല്യൂ എന്ന് പറഞ്ഞാൽ ഇതിലേത് ഓപ്ഷനാണ്? 3A1 ഡിവൈഡഡ് ബൈ A1 പ്ലസ് 3A1 plus A2. 3A1 divided by 3A1 plus A2 will be the answer. Then അടുത്ത ചോദ്യം. Failure by block shear at an end connection of plate involves shear along 2 planes, tension along 2 planes. Shear along 1 plane and tension along 2 plane. Then shear along 2 plane and tension along 1 plane. ഷിയർ അലോങ് 1 പ്ലെയിൻ, ടെൻഷൻ അലോങ് 1 പ്ലെയിൻ. എങ്ങനെയാണ് നമ്മൾ ബ്ലോക്ക് ഷിയർ ഫെയിലിയറിൽ 2 കണ്ടീഷൻസ് പറയുന്നുണ്ട്. ബ്ലോക്ക് ഷിയർ ഫെയിലിയർ 2 ആയിട്ട് നടക്കാം. ഒന്ന് എൻഡ് കണക്ഷൻ ഫെയിലിയർ ആവാം, അല്ലെങ്കിൽ പാർട്ട് ഓഫ് എൻഡ് കണക്ഷൻ ഫെയിലിയർ ആവാം. എൻഡ് കണക്ഷൻ ഫെയിലിയർ എന്ന് പറഞ്ഞാൽ 2 പ്ലെയിനിൽ ഷിയറും 1 പ്ലെയിനിൽ ടെൻഷനുമാണ്. പാർട്ട് ഓഫ് എൻഡ് കണക്ഷൻ ഫെയിലിയർ എന്ന് പറഞ്ഞാലോ
ഒരു പ്ലെയിനിൽ ടെൻഷനും ഒരു പ്ലെയിനിൽ ഷിയറും ആണ് നടക്കുക. ജനറലി ബ്ലോക്ക് ഷിയർ ഫെയിലിയർ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഒക്കർ ചെയ്യുന്നത്? ഷിയറും ടെൻഷനും ഒക്കർ ചെയ്യുമ്പോഴാണ് ബ്ലോക്ക് ഷിയർ ഫെയിലിയർ ഉണ്ടാകുന്നത്. ദെൻ അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകാം. An equal angle of area A has been welded on one side of gusset plate and carries tension along the axis. What is the effective area of angle? ആംഗിൾ സെക്ഷൻ്റെ എഫക്റ്റീവ് ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഈക്വൽ ആംഗിൾ ആണ്. ഈക്വൽ ആംഗിൾ ആകുമ്പോൾ ഏരിയ ഓഫ് കണക്റ്റഡ് ലെഗ് ആൻഡ് ഏരിയ ഓഫ് ഔട്ട്സ്റ്റാൻഡിങ് ലെഗ് വിൽ ബി ഈക്വൽ ആൻഡ് ടോട്ടൽ ഏരിയ എ ആണ്. അപ്പോൾ A1ഉം A2ഉം A/2 ആയിട്ട് വരും. അപ്പോൾ നമുക്കറിയാം എഫക്റ്റീവ് ഏരിയ എന്ന് പറഞ്ഞാൽ A1 + K A2 ആണ്. അപ്പോൾ എന്ത് വരും? A1ഉം A2ഉം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ A1 A/2 + K × A/2 എന്ന് വരും. അതായത് A/2 കോമൺ ആയിട്ട് പുറത്ത് നിർത്തിയാൽ A/2 × 1 + K എന്ന് വരും. ഇനി നമുക്ക് എന്താ വേണ്ടത്? K കണ്ടുപിടിക്കണം. K കണ്ടുപിടിക്കുക എങ്ങനെയാ? 3A1 / 3A1 + A2. സോ ഇതിലും നമ്മൾ A1ഉം A2ഉം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 3 × A/2 / 3A/2 + A/2 എന്ന് വരും. ഇതിൽ A/2 എല്ലാം കട്ടായി പോയി കഴിഞ്ഞാൽ ബാക്കി ആരാ ഉള്ളത്? 3/4 ആണുള്ളത് അല്ലേ? അപ്പോൾ K വാല്യൂ വിൽ ബി 3/4. ഇത് റീസബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് കിട്ടും? A/2 × 1 + K ആൻഡ് A/2 × 1 + 3/4 എന്ന് വരും. അതായത് നമുക്ക് ആൻസർ 7/8 A എന്ന് വരും. 7/8 എന്ന് പറഞ്ഞാൽ 0.875 A ആണ്. ഓപ്ഷൻ സി വിൽ ബി ദ ആൻസർ. ഓപ്ഷൻ സി വിൽ ബി ദ ആൻസർ. ക്ലിയർ ആയോ? ഇവിടെ എല്ലാവരും വരുത്തുന്ന ഒരു തെറ്റ്, ടോട്ടൽ ഏരിയ ആണ് A തന്നിട്ടുള്ളത്. A1 = A2 = A എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യരുത്. A/2 ആണ്. അങ്ങനെ തെറ്റിക്കാൻ പാടില്ല. ഓക്കെ. ആൻഡ് ഒരു ക്വസ്റ്റ്യനും കൂടെ നമുക്ക് നോക്കാം. Steel of yield strength 400 MPa has been used in a structure. What is the value of maximum allowable tensile strength? മാക്സിമം അലവബിൾ ടെൻസൈൽ സ്ട്രെങ്ത് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? 0.6 FY ആണ്. ആൻഡ് 0.6 × ഇവിടെ yield സ്ട്രെങ്ത് എത്ര തന്നിട്ടുണ്ട്? 400 തന്നിട്ടുണ്ട്. ഒന്നും പറഞ്ഞില്ലെങ്കിൽ നമ്മൾ ഡിഫോൾട്ടായിട്ട് മൈൽഡ് സ്റ്റീൽ എടുക്കണം. ഇവിടെ yield സ്ട്രെങ്ത് 400 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ആൻസർ ഏത് വരും? 240 എന്ന് വരും. സോ ആൻസർ വിൽ ബി 240 MPa. ഓപ്ഷൻ എ. അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും ക്ലിയർ ആയോ? നമ്മൾ ടെൻഷൻ മെമ്പേഴ്സ് എന്നുള്ള ടോപ്പിക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അപ്പം ഇതേപോലെ എല്ലാ ചാപ്റ്റേഴ്സും നിങ്ങൾ തിയറിയും ക്വസ്റ്റ്യനൊക്കെ ചെയ്ത് പഠിക്കുക. PWD എക്സാം നിങ്ങൾക്ക് നന്നായി എഴുതാൻ പറ്റട്ടെ. സോ നമുക്ക് അടുത്തൊരു സെഷനിൽ കാണാം. അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുക കേട്ടോ. എക്സാമിന് വേണ്ടി നന്നായി പഠിക്കുക, ക്വസ്റ്റ്യൻസ് ചെയ്യുക. താങ്ക് യു ഓൾ.